പ്രധാനമന്ത്രിയെ അവഹേളിച്ചെന്ന പരാതിയിൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ജാൻമണി അറസ്റ്റിൽ. കോഴിക്കോട് സൈബർ സിറ്റി പോലീസാണ് ജാൻമണിയെ അറസ്റ്റ് ചെയ്തത്. ബിജെപി നേതാവ് നവ്യ ഹരിദാസ് ആണ് പരാതി നൽകിയത്. ജാൻമണിക്കൊപ്പം 2 പേർ കൂടി അറസ്റ്റിലായി. വീഡിയോ ചിത്രീകരിച്ചയാളും വീഡിയോ ഷെയർ ചെയ്തയാളുമാണ് അറസ്റ്റിലായത്. അതേസമയം താൻ മാപ്പ് പറഞ്ഞ ശേഷവും തന്നെ ലക്ഷ്യം വെച്ചുവെന്ന ജാൻമണി പ്രതികരിച്ചു. പങ്കെടുത്തത് റിവെഞ്ച് ആണ് എനിക്ക് മനസ്സിലായി. പക്ഷെ കിട്ടുന്ന ഒരു പണിയല്ലേ. പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ എത്ര ആൾക്കാർ പറയുന്ന ആൾക്കാരുണ്ടോ. ചേതൻ സാജൻ കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ചേതൻ, ബിജെപി നേതാവ് നവ്യ ഹരിദാസിന്റെ പരാതിയിലാണ് ജാൻമണി ഉൾപ്പെടെ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തത്. എന്നാൽ മാപ്പ് പറഞ്ഞ ശേഷവും തന്നെ ലക്ഷ്യം വെക്കുകയാണെന്നാണ് ജാൻമണി പ്രതികരിച്ചത്. എന്താണ് വിശദാംശങ്ങൾ? ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും മാതാപിതാക്കളെയും അപമാനിച്ചെന്ന മഹിളാ മോർച്ചയുടെ പരാതിയിലാണ് മേക്കപ്പ് ആർട്ടിസ്റ്റും അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റുമായ ജാൻമണി ദാസിനെ കോഴിക്കോട് സിറ്റി സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തത്. നോട്ടീസ് നൽകിയ ശേഷം ജാൻമണിയെ വിളിച്ചു വരുത്തുകയായിരുന്നു. ദില്ലിയിൽ നടന്ന വിദ്യാർത്ഥി സമരവുമായി ബന്ധപ്പെട്ട് ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിനിടെയായിരുന്നു ഇത്തരത്തിൽ ജാൻമണി വിവാദ പരാമർശം നടത്തിയത്. സമൂഹത്തിൽ ലഹള ഉണ്ടാക്കണമെന്നും സമാധാനം തകർക്കണമെന്നുള്ള ഉദ്ദേശത്തോടെ അപകീർത്തികരമായ വീഡിയോ പ്രചരിപ്പിച്ചു എന്നാണ് എഫ്ഐആറിൽ പരാമർശിക്കുന്നത്. എന്നാൽ ജാൻമണി ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞത് ഒരു ഹിന്ദി വീഡിയോ താൻ പ്രധാനമന്ത്രിയുമായി ബന്ധപ്പെട്ട ഒരു ഹിന്ദി വീഡിയോ താൻ അത് ട്രാൻസ്ലേറ്റ് ചെയ്യുകയായിരുന്നു, തർജിമ ചെയ്യുകയായിരുന്നു. എന്നാൽ താൻ മലയാളത്തിൽ ഫ്ലുവന്റ് അല്ല, മലയാള ഭാഷ അത്ര പരിചയമല്ല. അങ്ങനെ തർജിമ ചെയ്യപ്പോൾ ഉള്ള വീഡിയോ ആണ് താൻ പറഞ്ഞതാണ് എന്ന രീതിയിൽ പ്രചരിപ്പിച്ചത്. എങ്കിൽ കൂടിയും താൻ ഈ വിഷയത്തിൽ മാപ്പ് പറഞ്ഞ് മറ്റൊരു വീഡിയോ ഇറക്കിയിരുന്നു. ഇതിനു ശേഷവും തന്നെ സൈബർ ബുള്ളിങ് ചെയ്യുകയാണ്. തന്നെ തനിക്കെതിരായി സൈബർ ആക്രമണം നടക്കുകയായിരുന്നു. ഏതായാലും കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനാണ് ജാൻമണി ദാസിന്റെ തീരുമാനം. ഈ പോലീസ് അന്വേഷണവുമായി സഹകരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇവരെ കൂടാതെ 2 പേരെ കൂടി ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ വിവാദ വീഡിയോ പുറത്തു വന്ന ഓൺലൈൻ സ്ഥാപനത്തിലെ അഡ്മിനെയും അതുപോലെ തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്ത ആളെയും കൂടി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ 3 പേരെയും ഇപ്പോൾ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. ആര്യ. ശരി, ചേതൻ സാജനാണ് വിവരങ്ങൾ നൽകിയത്.